ലൈംഗിക പീഡന കേസിൽ റാപ്പർ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്ന് കരുതാൻ മതിയായ തെളിവുകളുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. സെപ്റ്റംബർ 9-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. ഒരാളെ അനാവശ്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ ചെയ്ത കാര്യം എന്താണെന്നറിയാണ്ട് കിട്ടിയ ഉടനെ ആളെ പിടിച്ച് അകത്തിട്ടതിന് ശേഷം വേണോ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ എന്നുള്ളതാണ് കോടതി മെയിനായിട്ട് തീരുമാനിച്ചത്. അല്ലാണ്ട് വേടൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല തീരുമാനിച്ചത്. വേടൻ്റെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ സ്റ്റേജിൽ വേണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് കോടതി ഇന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തന്നിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരായി കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം തരണം, അല്ല ക്വസ്റ്റ്യൻ ചെയ്താൽ മതി ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പ്രോസിക്യൂഷൻ ഭാഗവും അക്യൂസിൻ്റെ ഭാഗവും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിരിക്കുന്നത്. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, കർശന ഉപാധികളോടെയാണോ വേടന് ജാമ്യം അനുവദിച്ചത്? തീർച്ചയായും പ്രധാനപ്പെട്ട ചില ഉപാധികൾ കോടതി വെച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഒപ്പം തന്നെ ഈ പോലീസ് ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കൂടി ഈ വിഷയത്തിൽ സുപ്രധാനമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ഓരോ കേസിലെയും സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കേസിലെ വാദത്തിലുടനീളം പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയിൽ ഉന്നയിച്ച ചില വാദങ്ങൾ, പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വേടനെതിരെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതായി മുമ്പും ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴും സമാന രൂപത്തിൽ ആരോപണങ്ങൾ വരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ പരാതിക്കൊപ്പം തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് അഭിഭാഷക മുന്നോട്ട് വെച്ചത്. പക്ഷെ കോടതി പറഞ്ഞത് ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അതിനെ കാണാൻ കഴിയില്ല. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ മാത്രം മുൻനിർത്തി കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കോടതിക്ക് മുന്നിൽ തെളിവുകളും വസ്തുതകളും മാത്രമാണ് പ്രധാനം. ഒപ്പം തന്നെ ഈ കേസിലെ പ്രത്യേകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയുക. എന്തായാലും വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.